വലത് ഭാഗത്ത് ഈ മലമ്മ ഒരു മതിലെട്ടിയുണ്ട് ഞങ്ങള് കണ്ടാ? ഈ മതില് കണ്ട കണ്ടില്ലേ? ഇപ്പൊ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണും. ഇതാണ് ഐനു സുബൈദ. ഇതൊരു കനാലാണ്, സുബൈദ കനാൽ. ഇതിന്റെ ചരിത്രം എന്താണ്? യൗമു തെർവിയ എന്നാണ് ദുൽഹിജ്ജ 8ന്റെ പേര്. തെർവിയ എന്ന് അറബിയിൽ പറഞ്ഞാൽ വെള്ളം ശേഖരിക്കുക എന്നാണ് അർത്ഥം. പണ്ട് കാലത്ത് ഹാജിമാരും ഹജ്ജുമ്മമാരും ഹജ്ജിന് വന്നു കഴിഞ്ഞാൽ ഹജ്ജിന്റെ സമയത്തേക്ക് ആവശ്യമായ വെള്ളങ്ങളെല്ലാം ശേഖരിക്കുന്ന ദിവസം ദുൽഹിജ്ജ 8ആണ്. കാരണം 9നും 10നൊക്കെ വെള്ളം ശേഖരിച്ച് സമയം കളയാനുള്ളതല്ല. അപ്പൊ ആ ദിവസത്തേക്ക് വേണ്ട വെള്ളങ്ങളൊക്കെ ദുൽഹിജ്ജ 8നെ ശേഖരിക്കുക. അതുകൊണ്ടാണ് വെള്ളം ശേഖരിക്കുന്ന ദിവസം എന്ന് പേര് വരാൻ കാരണം. അങ്ങനെ സുബൈദ ബീവി അബ്ബാസി ഖലീഫയായിരുന്ന ഹാറൂൺ അൽ റഷീദിന്റെ പത്നിയാണ്, റാണിയാണ്. മഹദി ഒരിക്കൽ ഹജ്ജിന് വന്നു. ഹജ്ജിന് വന്നപ്പോ ഹാജിമാരും ഹജ്ജുമ്മമാരും ദുൽഹിജ്ജ 8ന് വെള്ളം ശേഖരിക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കാണാം. അങ്ങനെ മഹദി തീരുമാനിക്കാണ്, ഹാജിമാരും ഹജ്ജുമ്മമാരും ആണല്ലോ ഈ ഇടങ്ങേറാവുന്നത്, ഇതിനൊരു അറുതി വേണമല്ലോ എന്ന് മഹദി തീരുമാനിക്കുകയും വാദി നുഅമാനിൽ വലിയ കിണറുകൾ കുഴിക്കുകയും അത് ഹറമിലെ ഷീഷ വരെ അഥവാ ഇന്നത്തെ മഹബസുൽ ജിന്ന് എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് അതുവരെ ഈ കനാല് ഉണ്ടാക്കുകയും ചെയ്തു. ഹാജിമാർക്കും ഹജ്ജുമാർക്കും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. വേണ്ടോ? നമ്മൾ ഇന്നും മഹദിനെ ഓർക്കുകയാണ്. മഹദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഹിമഹല്ലാ, അള്ളാഹു കരുണ ചെയ്യട്ടെ. മരിച്ചിട്ട് എത്ര വർഷമായി? ഈ മതി കണ്ടിട്ട് എന്താ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിണറുത്താൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് കിണറുത്താൻ ഞാൻ പൈസ കൊടുക്കുന്നു തീരുമാനിച്ചു. സ്ഥലം വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരാൾക്ക് വീട് വെക്കാൻ സ്ഥലം വേണം, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിച്ചു. നമ്മൾ മരിച്ചാലും എന്നെന്നും ബാക്കിയാകുന്ന എന്തെങ്കിലും ഇവിടെ അവശേഷിപ്പിച്ചിട്ടാണ് പോകേണ്ടത്. പറഞ്ഞു, ഇതാ നാച്ചൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ ചെയ്യാനുള്ള അവസരമില്ല. ഇല്ലാ മിൻ സലാസിൻ, 3 കാര്യങ്ങളിലൂടെ അല്ലാതെ. ഒന്നാമത്തത് വലതും സ്വാലിഹുൻ യദ്ഉല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ അവൻ കരുതി വെച്ചിട്ടുണ്ട് എങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൂലി കിട്ടും. ഔ സ്വദഖത്തിൻ ജാരിയ, ജാരിയായ എന്നെന്നും നിലനിൽക്കുന്ന സ്വദഖ, മാര്യതാണ്. അതുപോലെ തന്നെ വഇൽമിൻ യുൻതഫഉ ബിഹി, അറിവ്, ഉപകാരപ്രദമായ അറിവ്. ദീന് പഠിച്ചു, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് നിസ്കരിക്കാൻ ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചു. ആ കുട്ടി പിന്നെയും തന്റെ കുട്ടിനെ പഠിപ്പിക്കും. അങ്ങനെ 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 മരിച്ചാലും വർഷങ്ങളോളം പ്രതിഫലം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, നടന്നു വരുന്നു. നടന്നു വന്നു കഴിഞ്ഞാൽ കണ്ട, ഇപ്പൊ വലതുഭാഗത്ത് നോക്കിയാൽ ഇന്റർലോക്ക് ചെയ്ത റോഡ് കാണാം. കാണണ്ട നിങ്ങൾക്ക്? ഇന്റർലോക്ക് ചെയ്ത റോഡ് ഇപ്പൊ കാണുക, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ചുവപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലുള്ള ഇപ്പൊ ലോറിയൊക്കെ പോണത് ആ ഇന്റർലോക്ക് ചെയ്ത റോഡ് കൂടിയാണ്. നടക്കാൻ വേണ്ടിട്ട് പ്രത്യേക വഴി ഉണ്ടാക്കിയിരിക്കണം. കാരണം ഇവിടുത്തെ ആളുകൾക്ക് അറബിയത് മുസ്ദലിഫേക്കാണ് നടന്നോളി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ വഴി അറിയോ? ഇല്ല. അപ്പൊ വഴി തെറ്റാൻ പാടില്ല. അതിനു വേണ്ടി ഒരു പ്രത്യേകമായ റോഡുകൾ, 4 റോഡുകളുണ്ട് അറഫയിൽ മുസ്ദലിഫേക്ക് എത്താൻ. അവിടെ നടന്ന നേരെ മുസ്ദലിഫേക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മള് മുസ്ദലിഫയിലെത്തി. ബാക്കിൽ ഇപ്പൊ കഴിഞ്ഞത് മുസ്ദലിഫത്തെ 1ാമത്തെ മെട്രോ സ്റ്റേഷനാണ്. ഇത് മുസ്ദലിഫയാണ്. ഇവിടെ ടെന്റുകൾ താൽക്കാലികമായിട്ട് ചില കമ്പനികളൊക്കെ അന്ന് രാത്രി ഒന്ന് എന്നോട് ഇവിടുന്ന് വെക്കുന്നല്ലാതെ ഇവിടെ പൊതുവെ ടെന്റുകൾ ഉണ്ടാവില്ല. പിന്നെ എവിടെ കിടന്നുറങ്ങാ, ഉള്ളോടത്ത് വിരിച്ച